കൊച്ചി മേയർ സ്ഥാനത്തെ ചുറ്റിപ്പറ്റി കോൺഗ്രസിനുള്ളിൽ നടന്ന സംഭവ വികാസങ്ങൾ പാർട്ടി പ്രഖ്യാപിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെയും സംഘടനാ ശാസനയെയും എത്രത്തോളം ശൂന്യമാക്കി കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും നേതാക്കൾ നൽകിയ ഉറപ്പുകളും വാഗ്ദാനങ്ങളും കാറ്റിൽ പറത്തി സ്വന്തം പാർട്ടിയിലെ ഒരു മുതിർന്ന വനിതാ നേതാവിനെ തന്നെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ കണ്ടത്. ഐ ഗ്രൂപ്പിലെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതോടെ കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയം വീണ്ടും തുറന്നു കാട്ടപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ മത്സരിച്ചതെന്നും ജയിച്ചാൽ മേയറാക്കുമെന്ന് വ്യക്തമായ ഉറപ്പ് നൽകിയിരുന്നുവെന്നും ദീപ്തി മേരി തുറന്നടിച്ച് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ പരാതി മാത്രമായി കാണാൻ കഴിയില്ല. ഒരു പാർട്ടിയുടെ നേതൃത്വ സംവിധാനം എത്രത്തോളം വിശ്വസ്തത നഷ്ടപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവായി ഈ ആരോപണം നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നിൽ നിൽക്കുന്ന നേതാക്കൾ നൽകുന്ന വാക്കുകൾക്ക് ഒരു വിലയും ഇല്ലാതായിരിക്കുകയാണ്. ഇതിലൂടെ സാധാരണ പ്രവർത്തകരും കൗൺസിലർമാരും ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മേയർ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ടതിന് ശേഷം മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പദവി നൽകി അനുനയിപ്പിക്കാമെന്ന നേതൃത്വത്തിന്റെ ഉറപ്പ് പോലും ദീപ്തി മേരി സ്വീകരിച്ചില്ലെന്നതാണ് ശ്രദ്ധേയം. ഇത് ഒരു പദവിക്കുള്ള തർക്കമല്ല, മറിച്ച് തനിക്കുണ്ടായ അപമാനത്തോടുള്ള തുറന്ന പ്രതിഷേധമാണെന്ന്. തന്നെ ചതിച്ചു എന്ന വാക്ക് അവർ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ക്രൂരമുഖമാണ് പുറത്തു കൊണ്ടുവരുന്നത്. KPCC പ്രസിഡന്റിന് നേരിട്ട് പരാതി നൽകിയെന്ന വിവരവും പാർട്ടിയുടെ ആഭ്യന്തര തർക്കങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് സൂചിപ്പിക്കുന്നു. ഒരു ജനറൽ സെക്രട്ടറിയെ പോലും നീതി ഉറപ്പാക്കാതെ അവഗണിക്കുന്ന പാർട്ടി സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എങ്കിൽ സാധാരണ പ്രവർത്തകരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ചിന്ത സ്വാഭാവികമായും ഉയരും. കോൺഗ്രസ് പലപ്പോഴും വിമർശിക്കുന്ന അധികാര കേന്ദ്രീകരണവും അപ്രഖ്യാപിത തീരുമാനങ്ങളും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നതാണ് ഈ സംഭവത്തിൽ കാണുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ AI ഗ്രൂപ്പുകൾ തമ്മിൽ ടേം വ്യവസ്ഥയിൽ പങ്കിടാമെന്ന ധാരണ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഐക്യത്തിന്റെ അടയാളമായി തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഗ്രൂപ്പ് നേതാക്കളുടെ തമ്മിലടിയും അധികാരക്കളിയും മാത്രമാണ് മറച്ചുവെക്കുന്നത്. ആദ്യ 2.5 വർഷം ഐ ഗ്രൂപ്പിലെ VK മിനിമോൾ മേയറാകുമെന്നും ആ കാലയളവിൽ ഐ ഗ്രൂപ്പിലെ ദീപ്തി ജോയി ഡെപ്യൂട്ടി മേയർ ആകുമെന്നും തുടർന്ന് ഐ ഗ്രൂപ്പിലെ ഷൈനി മാത്യു മേയറും ഐ ഗ്രൂപ്പിലെ KVP കൃഷ്ണകുമാർ ഡെപ്യൂട്ടി മേയർ ആകുമെന്നുമുള്ള തീരുമാനം ഒരു ജനാധിപത്യ പാർട്ടിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല, മറിച്ച് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഡയറക്ടർ ബോർഡ് തീരുമാനങ്ങളെ പോലെയാണ്. മാരത്തൺ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നടത്തിയ ശേഷമാണ് ഈ തീരുമാനമെന്ന് നേതൃത്വം അവകാശപ്പെടുമ്പോൾ ആ ചർച്ചകളിൽ സാധാരണ കൗൺസിലർമാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ എന്ത് പങ്കുണ്ടായിരുന്നു എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. രഹസ്യ വോട്ടെടുപ്പ് പോലും നടത്താതെ മുകളിലിരുന്ന് ചിലർ തീരുമാനിച്ച കാര്യങ്ങൾ താഴേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ സ്വീകരിച്ചതെന്ന ആരോപണം ഗൗരവമുള്ളതുമാണ്. ഇത് കോൺഗ്രസിന്റെ ആന്തരിക ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. ദീപ്തി മേരി വർഗീസിന് നേരിട്ട തിരിച്ചടിക്ക് പിന്നിൽ ലത്തീൻ സഭയുടെ സമ്മർദ്ദമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നതോടെ വിഷയം കൂടുതൽ ഗൗരവത്തിലേക്ക് കടക്കുകയാണ്. ഒരു മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്ന ആരോപണം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് വലിയ നാണക്കേടാണ്. സഭയ്ക്ക് താല്പര്യമില്ലാത്ത ഒരാളെ മാറ്റി സഭയ്ക്ക് അംഗീകരിക്കാവുന്ന മറ്റൊരാളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെങ്കിൽ അത് തുറന്ന സമ്മതം പോലെ തന്നെ രാഷ്ട്രീയമായി അപകടകരമാണ്. മഹിളാ കോൺഗ്രസിലെ പദവികൾ ചൂണ്ടിക്കാട്ടി മിനിമോളെയും ഷൈനി മാത്യുവിനെയും മുന്നോട്ട് വെക്കുന്നത് സ്ത്രീ പ്രാതിനിധ്യം എന്ന പേരിൽ നടക്കുന്ന ഗ്രൂപ്പ് ക്രമീകരണങ്ങൾ മാത്രമായി മാറുകയാണ്. സ്ത്രീ നേതാക്കളെ ഉയർത്തുന്നു എന്ന അവകാശവാദത്തിനുള്ളിൽ പോലും നീതി ഇല്ലാത്ത സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ദീപ്തിയുടെ അനുഭവം വ്യക്തമാക്കുകയാണ്. ഒരേ പാർട്ടിയിലെ 2 വനിതാ നേതാക്കളെ തമ്മിൽ ഏറ്റുമുട്ടിക്കുന്ന രീതിയിലുള്ള ഈ രാഷ്ട്രീയ കളി സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെയും പരിഹസിക്കുന്നതാണ്. കോൺഗ്രസ് കൗൺസിലർമാരിൽ ഭൂരിഭാഗവും
എ ഗ്രൂപ്പിനൊപ്പമാണെന്ന യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്താൽ ഐ ഗ്രൂപ്പിലെ ഒരു നേതാവിനെ മേയർ സ്ഥാനത്ത് കൊണ്ടുവരുന്നത് അപകടകരം ആണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയമായി സൗകര്യപ്രദമായ വിശദീകരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദവും കണക്കുകൂട്ടലുകളുമാണ് ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിച്ചത് എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. മേയർ തീരുമാനത്തിൽ KPCC മാനദണ്ഡങ്ങൾ മറികടന്നുവെന്ന ആരോപണവും അത്ര നിസ്സാരമല്ല. പാർട്ടി ഭരണഘടനയും ചട്ടങ്ങളും നിലവിലിരിക്കെ അതെല്ലാം അവഗണിച്ച് ചില ജില്ലാ നേതാക്കളും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവരും ഇടപെട്ടുവെന്ന ആരോപണം സംഘടനാ ശാസന പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നത് ഉയർത്തിക്കാണിക്കുകയാണ്. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇത്തരം ഒരു നീക്കത്തിന് കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാനുള്ള അവകാശം തന്നെ നഷ്ടപ്പെടും. ദീപ്തി മേരി അനുകൂലികൾ ഉയർത്തുന്ന രഹസ്യ വോട്ടെടുപ്പ് നടത്താതിരുന്നതടക്കമുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിലെ തീരുമാനങ്ങൾ എത്രത്തോളം അപ്രഖ്യാപിതവും അടച്ച മുറിയിലുമാണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ്. പൊതുവേദികളിൽ ജനാധിപത്യവും സുതാര്യതയും പറയുന്ന കോൺഗ്രസ് സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും അത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല എന്ന വിമർശനം ശക്തമാവുകയാണ്. ഈ മുഴുവൻ സംഭവ വികാസങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പ് ഒരു പ്രാദേശിക വിഷയമല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ആകെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം, മതസമ്മർദ്ദം, വാഗ്ദാന ലംഘനം, സംഘടനാ മാനദണ്ഡങ്ങളുടെ അവഗണന, ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന ഈ കഥ കോൺഗ്രസ് ഇന്നും പഴയ രാഷ്ട്രീയ ശീലങ്ങളിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാകാത്തതിന്റെ തെളിവായി മാറുകയാണ്. ജനങ്ങളെ അധികാരത്തിലേക്ക് നയിക്കേണ്ട ഒരു പാർട്ടി സ്വന്തം നേതാക്കളോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത അവസ്ഥയിലായാൽ ആ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. ദീപ്തി മേരി വർഗീസിന് സംഭവിച്ചത് ഒരു വ്യക്തിഗത ദുരനുഭവം മാത്രമല്ല, മറിച്ച് കോൺഗ്രസിന്റെ സംഘടനാ രാഷ്ട്രീയത്തിലെ വലിയ തകരാറുകളുടെ പ്രതീകമാണ്. ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വം വ്യക്തവും നീതിയുക്തവുമായ വിശദീകരണം നൽകാതെ പോകുന്നുവെങ്കിൽ കൊച്ചിയിൽ തുടങ്ങിയ ഈ പ്രതിഷേധത്തിന്റെ അലയൊളികൾ സംസ്ഥാന തലത്തിൽ മൊത്തമായും വ്യാപിക്കുമെന്ന് ഉറപ്പാണ്.